ഇപ്പോൾ നമ്മുടെ കൂടെ അഡ്വക്കേറ്റ് വി ആർ അനൂപ് കൂടി ചേരുന്നുണ്ട് തത്സമയം പ്രതികരിക്കാനായി. ശ്രീ വി ആർ അനൂപ്, ആദ്യം ഈ സ്വർണ്ണപ്പാളികളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു, പിന്നീട് അതിന്റെ തൂക്കത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലെത്തി. ഓരോ ദിവസം കഴിയും തോറും ഓരോ കാര്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഓരോ ആളുകൾ പ്രതികരണവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായും വലിയൊരു എന്താണ് പറയുക, ഒരു മോഷണം അവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയല്ലേ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്? മോഷണം എന്നൊക്കെ പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ കഴിയില്ല. ആഗോള അയ്യപ്പ സംഗമം മുൻനിർത്തി തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അയ്യപ്പ ശബരിമലയിലെ അയ്യപ്പ സന്നിധാനത്തിനെ ആസൂത്രിതമായി കച്ചവടം ചെയ്യാനുള്ള വലിയ പരിശ്രമമാണ്. വെറുമൊരു മോഷ്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്ന് പറയുന്നത് പോലെ ഇത് കേവലം മോഷണമല്ലെന്നേ, ആസൂത്രിതമായ തിരക്കഥയുടെ മറവിൽ നടന്ന വലിയ വൻ തട്ടിപ്പാണ്. അയ്യപ്പനെ വെച്ച് തീവട്ടി കൊള്ളയ്ക്കാണ് ഈ സർക്കാർ ശ്രമിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു CPM-ന്റെ ഒക്കെ സംസ്ഥാന സമ്മേളനത്തിൽ കൊടിമര ജാഥ നടത്തുന്നത് പോലെ അയ്യപ്പൻ ഒരു സ്വകാര്യ വ്യക്തിക്ക് അയ്യപ്പന്റെ ദാരുശില്പങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. അദ്ദേഹം അത് അവിടെ നിന്ന് കൊണ്ടുപോയി 10-40 ദിവസം നേരത്തെ പറഞ്ഞ ഈ കൊടിമര ജാഥ പോലെ പ്രദർശിപ്പിച്ച് പരസ്യമായി അയ്യപ്പനെ കച്ചവടം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒരു ക്ഷേത്ര വിശ്വാസിയെ സംബന്ധിച്ച് ക്ഷേത്രത്തിലെ വിഗ്രഹമല്ല, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൊടിമരം ഉൾപ്പെടെയുള്ള അവിടുത്തെ എല്ലാം പവിത്രമാണ്. അതിനെ കച്ചവടം ചെയ്യാൻ ഈ ദേവസ്വം ബോർഡ് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ പോലും പോലീസ് ഇതിനകത്ത് ഒരു FIR പോലും ഇടാത്തത്ര ദുർബലമായാണ് പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതല്ല സത്യം. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു വലിയ ജനസമൂഹം പവിത്രമെന്ന് കരുതുന്ന, വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന ഒന്നിന്റെ കച്ചവടമാണ്, പച്ചയായ കച്ചവടമാണ്. അതിന് കേവലം മോഷണത്തിന്റെ പരിധിയിൽ നിർത്തുന്നത് അതുപോലും നമ്മുടെ കുറ്റകരമായ അലംഭാവമാണെന്ന് പറയേണ്ടി വരും. ഇത് വളരെ കൃത്യമായി ശബരിമലയുടെ വിശ്വാസപരമായ പവിത്രതയെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ശബരിമലയിലെ ദേവസ്വം ബോർഡിനെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റിലൂടെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിയമിച്ച ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രിസഭ, സർക്കാർ ഉത്തരം പറയേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. അതെ, അത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും വകുപ്പ് മന്ത്രി പ്രതികരിക്കുന്നുണ്ട് എങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഒരു പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ശ്രീ അനൂപ്, നമുക്കറിയാം ഈ കോടികളോളം രൂപ ചെലവഴിച്ച് അന്നത്തെ കാലത്ത് 1998 സെപ്റ്റംബറിലാണ് വിജയ് മല്യ ഇങ്ങനെയൊരു നീക്കവുമായി മുന്നോട്ട് വരുന്നത്. അന്ന് ആ സ്വർണം പൂശിയതിനു ശേഷം ശ്രീകോവിൽ സമർപ്പിക്കുന്ന കാഴ്ചകളൊക്കെ പത്രത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ടായതായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു സംഭവം വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ കൊടുത്തു വിടുകയാണ്. അത് തന്നെ ഒരു നഗ്നമായ വീഴ്ചയല്ലേ? തീർച്ചയായും ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിൽ ഇത്തരം വഴിപാടുകളുടെ സമർപ്പണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ഷേഡിയായ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ? ശബരിമല ഭരണത്തിൽ ദേവസ്വം ബോർഡിൽ പങ്കാളിത്തമില്ലാത്ത ആളുകളുടെ അനുമതി ഇല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇതൊക്കെ നിർവഹിക്കാൻ കഴിയുന്നത്? അയാൾ ശബരിമലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഒരു വലിയ ഇടനിലക്കാരനാണ് എന്നാണ് പറയുന്നത്. ശബരിമലയിൽ കർണാടകത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നു, ദർശനം നടത്തുന്നു, പല കാര്യങ്ങളുമായി അവിടുത്തെ ദേവസ്വം അധികൃതരുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായി ദേവസ്വം അധികൃതർക്ക് ശബരിമലയിലെ ഭരണ നേതൃത്വത്തിന് പങ്കില്ലേ? ഉണ്ണികൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആൾ കളങ്കിതനാണ് എന്ന് പറഞ്ഞ് അയാൾ മാത്രം ചാരാവുന്നത്ര ലളിതമല്ലെന്നേ കാര്യങ്ങൾ. ഇവിടെ ഒരു ഉണ്ണികൃഷ്ണനല്ല, ഇവിടെ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. ഈ സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ശബരിമലയെ തകർക്കാൻ, ശബരിമലയുടെ വിശ്വാസപരമായ പവിത്രത ലംഘിക്കാൻ കൂട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം. ഇവിടെ വേലി തന്നെയാണ് വിളവ് തിന്നുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒറ്റ നോട്ടത്തിൽ പോലും ബോധ്യമാകുന്ന കാര്യങ്ങളല്ലേ. സാമാന്യ ബുദ്ധിക്ക് പോലും മനസ്സിലാകാവുന്ന തരത്തിൽ സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്നത്ര വളരെ ലളിതമല്ലേ. പക്ഷെ ഇവിടെ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് തമസ്കരിച്ചുകൊണ്ട് ഇത്തരം ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ തന്നെ ഇത് ഏൽപ്പിക്കുന്നു. ഇപ്പൊ ശബരിമല പോലുള്ള ക്ഷേത്രത്തിൽ ഇത്തരം വഴിപാടുകൾ സമർപ്പിക്കുന്നു, സ്വർണം പൂശുന്നു എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചെങ്കിലും നമുക്ക് അറിയണ്ടേ? അതൊന്നും അറിയാതെ ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ വരുന്നു, ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ കൊടുത്തുവിടുകയാണ്. എന്താ ഇവരുടെ ഗ്യാരണ്ടി അടിസ്ഥാനം? ശബരിമലയിൽ നിന്ന് ഒരു ദ്വാരപാലക ശില്പം അയക്കുമ്പോൾ അദ്ദേഹത്തിന് എക്സിബിറ്റ് ചെയ്യാൻ, ശബരിമല അയ്യപ്പനെ ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റാൻ
അതിനെ മാർക്കറ്റ് ചെയ്യാൻ, അതിനെ കച്ചവടം ചെയ്യാൻ, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് പോറ്റിക്ക് കൂട്ടുന്ന ആളുകൾ ആര് എന്നുള്ളതാണ് ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുമോ? ഇത് കൂട്ടുന്ന ആളുകളുണ്ട്. അത് ദേവസ്വം ഭരണസമിതിയാണ്, ദേവസ്വം അധികൃതരാണ്. അവരെ ഇതിന്റെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന് വളരെ സമഗ്രമായ അന്വേഷണം കൊണ്ടുവരിക മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ അർഹതയില്ല. അയ്യപ്പനെ കച്ചവടം ചെയ്യാൻ ശ്രമിച്ച ശബരിമല ദേവസ്വം ബോർഡാണ് നിലവിലുള്ളത്. അവർ രാജിവെച്ചില്ലെങ്കിൽ അവർ പുറത്താക്കാൻ സർക്കാർ തയ്യാറാണ്.